പൂക്കോലം പുതിയ ഭാഗം തുടരുന്നു. ഗീതയുടെ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഓടിച്ചെന്നവരെല്ലാം കണ്ടത് അമ്പലത്തിലെ പടിക്കെട്ടിൽ നിലത്ത് വീണ് കിടക്കുന്ന അവരുടെ മുത്തശ്ശിയാണ്. അത് കണ്ടതും അവർ ഓടിച്ചെന്ന് മുത്തശ്ശിയെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ഗീത അവരെ പതിയെ തട്ടിക്കൊണ്ടിരുന്നു. ബാക്കിയുള്ളവർ പരിഭ്രമത്തോടെ അവർക്ക് ചുറ്റും നിൽപ്പുണ്ട്. മുത്തശ്ശി പതിയെ കണ്ണുകൾ തുറന്നു. വേദന കൊണ്ട് ആ വൃദ്ധ അപ്പോഴും പുളയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ആ നിമിഷവും തൻ്റെ കണ്ണുകൾ കൊണ്ട് ആരെയോ തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ദർശ് അവിടെ വന്നിരുന്നു. അവരവരെ കാത്തു നിന്നതുപോലെ അവർ പതിയെ ധീര ധീര എന്ന് ദർശിൻ്റെ മുഖത്ത് നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്താ എന്താ അമ്മേ? ധീരയോ? അവൾ എന്തി? അവൾ വന്നിട്ടുണ്ടോ? ധീരയുടെ പേര് കേട്ട് എല്ലാവരും ഞെട്ടലോടെ അവരോട് ചോദിച്ചു. അപ്പോഴേക്കും ആ വൃദ്ധ മയക്കത്തിലേക്ക് പിന്നെയും വീണിരുന്നു. പിന്നെ ഒരുപാട് സമയം കളയാൻ ആരും നിന്നില്ല. വേഗം അവരുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആ അമ്പലത്തിനുള്ളിലേക്ക് കയറുന്ന പടവുകളിൽ അതീവ ടെൻഷനോടെയും നന്ദനും ദർശൻ നിന്നു. ദർശൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ പാഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം വിജനമായ ആ വലിയ കെട്ടിടത്തിൽ തോക്കേന്തിയ കാവൽക്കാർക്ക് നടുവിൽ ബോധമില്ലാതെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ വേദ. അവളുടെ ആഭരണങ്ങളും സെറ്റ് സാരിയുമെല്ലാം അഴിഞ്ഞുലഞ്ഞിരുന്നു. മുഖത്ത് നല്ല ക്ഷീണവുമുണ്ട്. അവളിപ്പോഴും മറ്റൊരു മയക്കത്തിലാണ്. ഇതേ സമയം ദർശ് ആലോചനയോടെ കാറ് ഓടിക്കുകയാണ്. എങ്ങോട്ടെന്നില്ലാതെ അവൻ ആകെ വെപ്രാളത്തിലായിരുന്നു. ദർശിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ നന്ദൻ തൻ്റെ ലാപ്ടോപ്പിന് മുന്നിൽ ടെൻഷനോടെ ഇരിക്കുകയാണ്. എന്നിട്ട് നിരാശയോടെ ദർശിനെ നോക്കിക്കൊണ്ട്, ദർശ്, അവിടെ ലൊക്കേഷൻ ജാമർ ഉപയോഗിച്ച് ആരോ മറച്ചിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നന്ദൻ്റെ വാക്കുകൾ ദർശിനെ കൂടുതൽ പ്രകോപിച്ചു. അവൻ ദേഷ്യത്തിൽ വണ്ടി നിർത്തിയിട്ട് സ്റ്റിയറിങ്ങിൽ ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് തൻ്റെ ആളുകളെ വിളിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ദർശിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവൻ ഒട്ടും താമസിക്കാതെ ആ കോൾ എടുത്ത് ചെവിയോട് ചേർത്തു. ദർശ്, എനിക്കറിയാം നീ ഈ കോൾ പ്രതീക്ഷിച്ച് കാണുമെന്ന്. നിൻ്റെ ഫോണിൽ വന്ന വീഡിയോ കണ്ടിട്ട് സംസാരിക്കുന്നതല്ലേ നല്ലത്. അത്രയും പറഞ്ഞ കോൾ കട്ട് ചെയ്തു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൻ ആ വീഡിയോ തുറന്നു. സ്ക്രീനിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് ദർശിൻ്റെ കണ്ണുകളിൽ ചോര പടർന്നു. തൻ്റെ പ്രാണനായ വേദ ബോധമില്ലാതെ കിടക്കുന്ന അവളുടെ മുഖത്ത് ചുണ്ടിന് സൈഡിലായി ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. ഒപ്പം ആരാ അടിച്ചതുപോലെ മുഖം ചതഞ്ഞിട്ടുമുണ്ട്. അവൾ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ആ വീഡിയോ കണ്ടതും ആദ്യമായി ദർശ ആകെ വിറങ്ങലിച്ചതുപോലെ ഇരുന്നു. അവൻ്റെ ശരീരം തളരുകയായിരുന്നു. നന്ദൻ ആ വീഡിയോ കണ്ടിട്ട് ഡാമിറ്റ് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ഫോൺ എടുത്ത് ആരെയൊക്കെയോ വിളിച്ചുകൊണ്ടിരുന്നു. ദർശ് കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. ആ നിമിഷം വേദ അവൻ എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്നവൻ തിരിച്ചറിയുകയായിരുന്നു. ആ നിമിഷം തന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോണിൽ നേരത്തെ വന്ന നമ്പറിൽ നിന്നും കോൾ വന്നു. ദർശ് പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ഫോൺ എടുത്തു. അപ്പുറത്ത് നിന്ന് ആ വ്യക്തിയുടെ ശബ്ദം കേട്ടു. ഹലോ ദർശ്, കേട്ടല്ലോ അല്ലേ? സമയം അധികമില്ല. നിൻ്റെ സാമ്രാജ്യം തകരുന്നത് കാണണോ അതോ നിൻ്റെ പെണ്ണിൻ്റെ ജീവൻ വേണോ എന്ന് നീ തീരുമാനിക്കുക. ആലോചിച്ച് കഴിഞ്ഞിട്ട് പുറത്തുള്ള വണ്ടിയിൽ കയറ്. അത്രയും പറഞ്ഞ് അയാൾ നിർത്തുമ്പോൾ അപ്പുറത്തു നിന്നുള്ള ക്രൂരമായ ചിരി ദർശിൻ്റെ കാതുകളിൽ മുഴങ്ങി. ദർശ് ഒന്നും മിണ്ടിയില്ല. അവൻ്റെ കൈകൾ മുഷ്ടി ചുരുട്ടി ഫോൺ തകർന്നു പോകാത്ത വിധം അവനത് മുറുക്കി പിടിച്ചു. ആദ്യമായി അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. പക്ഷെ അത് വേദയോടുള്ള സ്നേഹവും ശത്രുവിനോടുള്ള അടങ്ങാത്ത പകയും കൊണ്ടായിരുന്നു. അവൻ തല ഉയർത്തി എന്തോ ആലോചിച്ചതുപോലെ നന്ദനെ നോക്കി. എന്നിട്ട്, അങ്കിൾ, എനിക്ക് ലൊക്കേഷൻ വേണ്ട, ഞാൻ അവിടെ എത്തിക്കൊള്ളാം. പകരം ഇതേ സമയം ഇവിടെ ഒരാൾ മിസ്സിംഗ് ഇല്ലേ? അവൻ എവിടെയാണ് എന്ന് എനിക്കറിയണം. ആര്? നന്ദൻ ആലോചനയോടെ ചോദിച്ചു. അത് കേട്ട ദർശ് പകയോടെ, ധീരൻ. നന്ദൻ ഞെട്ടിപ്പോയി. ശരിയാണ്, അയാളുടെ പ്രസൻസ് ഇല്ല എന്നത് ഇതുവരെ താൻ ഓർത്തില്ല എന്ന് വല്ലായ്മയോടെ അയാൾ ദർശിനെ നോക്കി. ദർശ്, അങ്കിൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ദർശിൻ്റെ ശബ്ദം ഒരു ഇരമ്പൽ പോലെയായിരുന്നു. നന്ദൻ ദർശനെ ഒന്ന് നോക്കി. ശേഷം ദർശ് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയതും അവിടെ ഒരു കാറ് നിൽപ്പുണ്ടായിരുന്നു.
അവൻ പതിയെ അവിടേക്ക് നടന്നു വന്നു. അതിൽ നിന്ന് കുറച്ചാളുകൾ ഇറങ്ങി. ദർശ് അവരെ ഒന്ന് നോക്കിയിട്ട് ആ കാറിനുള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരുവൻ അവൻ്റെ കണ്ണുകൾ കെട്ടാൻ തുടങ്ങി. പെട്ടെന്ന് ദർശ് ഒരു നോട്ടം നോക്കി അയാളെ. ആ നോട്ടത്തിൽ അയാൾ പകച്ചുപോയി. അവൻ്റെ പച്ച കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു. അത് കണ്ടതും അയാൾ ഭയത്തോടെ പുറകിലേക്ക് മാറി. ശേഷം ദർശ് ആ കാറിലേക്ക് കയറി. കാറിൽ ദർശ് ഇരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ മറ്റൊന്നുമില്ലായിരുന്നു, വേദയല്ലാതെ. കാരണം ഒറ്റയ്ക്ക് ആരാണ് തൻ്റെ ശത്രു എന്ന് പോലും അറിയാതെ അവരുടെ താവളത്തിലേക്ക് പോകുന്നത് എത്ര അബദ്ധമാണ് എന്നറിഞ്ഞിട്ടും അവൻ അവർക്ക് മുന്നിലേക്ക് പോകാൻ തയ്യാറായി. കാർ വിജനമായ ആ റോഡിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ ദർശ് ചുറ്റും കണ്ണോടിച്ചു. ഇരുവശത്തും കാട് പിടിച്ച് കിടക്കുന്ന ആ പ്രദേശം തികച്ചും നിശബ്ദമായിരുന്നു. ഒടുവിൽ കാർ ചെന്ന് നിന്നത് ഭീമാകാരമായ ഒരു ബംഗ്ലാവിന് മുന്നിലായിരുന്നു. ആ കോട്ടയ്ക്ക് ചുറ്റും ആയുധധാരികളായ കാവൽക്കാർ കഴുകൻ കണ്ണുകളുമായി നിലയുറച്ചിരുന്നു. ഓരോ ചുവടിലും അപകടം മണക്കുന്ന അന്തരീക്ഷം. കാർ നിന്നതും കൂടെയുണ്ടായിരുന്നവർ തോക്കുകളുമായി ദർശിനെ വളഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങിയ ദർശിൻ്റെ ഉള്ളിൽ അമർഷം പുകയുന്നുണ്ടായിരുന്നു. ഈ ചതിയന്മാർക്ക് നൽകേണ്ടി വരുന്നതിലുള്ള ദേഷ്യം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. തൻ്റെ ദേഷ്യം കടിച്ചമർത്തി. ഇപ്പോൾ പ്രതികരിക്കാനുള്ള സമയമല്ല എന്ന് അവന് നന്നായി അറിയാമായിരുന്നു. കാവൽക്കാരുടെ കനത്ത സുരക്ഷയിൽ അവൻ ആ ബംഗ്ലാവിനുള്ളിലേക്ക് നടന്നു. വലിയ വാതിലുകൾ കടന്ന് ഉള്ളിലെത്തിയപ്പോൾ ദർശി കണ്ടത് വിശാലമായൊരു ഹാളാണ്. ഹാളിൻ്റെ നടുവിലായി നിസ്സഹായിയായിരിക്കുന്ന വേദയെ കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവശയായി തളഞ്ഞു നിൽക്കുന്ന വേദ അപ്പോഴും തൻ്റെ കണ്ണുകൾ കൊണ്ട് ദർശിനെ കണ്ടതും എന്തൊക്കെയോ വിളിച്ചു പറയാൻ വെമ്പുന്നുണ്ടായിരുന്നു. പ്രാണവേദനയോടെ അവൾ അവനെ നോക്കി. പക്ഷേ വായ മൂടിക്കെട്ടിയ പ്ലാസ്റ്റർ അവളുടെ ശബ്ദത്തെ ഉള്ളിൽ തന്നെ തളച്ചിട്ടു. വേദയുടെ നിസ്സഹായതയുടെ അവസ്ഥ കണ്ട ദർശിൻ്റെ ഉള്ളു പൊള്ളിച്ചു. എന്നാൽ താനെടുത്ത് ചാടാൻ പാടില്ല എന്നത് അവൻ്റെ ഉള്ളിലൊരു തീരുമാനമുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ മുറിയിലേക്ക് മാസ്ക് ധരിച്ച ഒരാൾ ഒരു സ്ത്രീയെ വലിച്ചഴിച്ചു കൊണ്ടുവന്നത്. അത് ദർശിൻ്റെ അമ്മ ധരണിയായിരുന്നു. അത് കണ്ടതും അമ്മേ! അവൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു ദീനരോദനമുയർന്നു. തൻ്റെ മകനെ ആ അവസ്ഥയിൽ കണ്ട ധരണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ കാരണം മയക്കൻ അപകടത്തിലാകുമോ എന്ന ഭയം ആ അമ്മയുടെ മുഖത്ത് നിഴലിച്ചു. എന്നാൽ ഒട്ടും ദയയില്ലാതെ മാസ്ക് ധരിച്ചയാൾ ധരണിയെ ദർശിൻ്റെ മുന്നിലേക്ക് തള്ളിയിട്ടു. നിലത്ത് വീണ ആഘാതത്തിൽ അവർ വേദനയാൽ പുളഞ്ഞു. മോനെ! അവർ അലറിക്കരഞ്ഞു. തൻ്റെ അമ്മ വീഴുന്നത് കണ്ട ദർശ് ആകുലതയോടെ മുന്നോട്ടാഞ്ഞു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടവൻ തൻ്റെ അമ്മയെ മറികടന്ന് നേരെ നടന്നത് വേദയുടെ അടുത്തേക്കായിരുന്നു. അപ്രതീക്ഷിത നീക്കം. ചുറ്റുമുള്ളവർ ഞെട്ടി നിൽക്കുമ്പോൾ ദർശ് അരികിലുണ്ടായിരുന്ന ഒരു കസേര വലിച്ചിട്ട് വേദയ്ക്ക് അഭിമുഖമായിരുന്നു. എന്നിട്ട് വളരെ സാവധാനം പ്ലാസ്റ്റർ മാറ്റി. അത് മാറ്റിയപ്പോൾ വേദന കൊണ്ട് വേദയുടെ ചുണ്ടുകൾ വിറച്ചു. ചുറ്റും നിൽക്കുന്നവരുടെ ക്രൂരമായ നോട്ടങ്ങളോ നിലത്ത് വീണ് കിടക്കുന്ന ധരണിയുടെ കരച്ചിലോ ഒന്നും അവൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവളുടെ ലോകം ഇപ്പോൾ ദർശിൻ്റെ കണ്ണുകളിൽ തറച്ചു നിൽക്കുകയാണ്. ദർശും അതൊന്നും ശ്രദ്ധിക്കാതെ വേദയുടെ കവളിൽ പതിയെ തലയോടെ. അവൻ്റെ സ്പർശനത്തിന് മുമ്പൊന്നുമില്ലാത്തൊരു തരം ആർദ്രതയുണ്ടായിരുന്നു. വേദനിച്ചോ? സൗമ്യമായി അവൻ ചോദിച്ചു. അത് കണ്ട വേദ സങ്കടത്തോടെ തലയാട്ടി. അതിന് വേദന നിറഞ്ഞ ചിരിയോടെ അവൻ, സോറി, പേടിച്ചു പോയോ? പേടിക്കണ്ട, ഞാൻ ഉള്ളപ്പോൾ നിനക്കൊന്നും പറ്റില്ല വേദ. ബിക്കോസ് ഈ ദർശിൻ്റെ ഹൃദയത്തിൽ അന്നും ഇന്നും നിനക്ക് മാത്രമേ സ്ഥാനമുള്ളൂ വേദ. ദർശിൻ്റെ തുറന്നു പറച്ചിലിൽ വേദയിൽ ഞെട്ടൽ നിറച്ചു. ആ ഞെട്ടലിൽ നിൽക്കുമ്പോൾ തന്നെ ദർശ് പതിയെ അവളുടെ നെറ്റിയിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ വാക്കുകളിലെ സ്നേഹവും വേദയെ മാത്രമല്ല അവിടെയുണ്ട് എല്ലാവരെയും സ്തബ്ധരാക്കി. തന്നെ രക്ഷിക്കാൻ വരുമെന്ന് കരുതിയ മകൻ നിലത്ത് കിടക്കുന്ന അമ്മയെ ഗൗനിക്കാതെ മറ്റൊരുവളെ തലോടുന്നത് കണ്ടതും ധരണി തകർന്നുപോയി. മോനെ! അവർ കണ്ണീരോടെ വിളിച്ചു. അത് കേട്ട് ദർശു പതിയെ തിരിഞ്ഞു. അവൻ്റെ മുഖത്തിപ്പോൾ സ്നേഹമല്ല, പകരം തൻ്റെ അമ്മയോട് പരിഹാസം നിറഞ്ഞൊരു ചിരിയുണ്ട്. ആ ചിരിയോടെ അവൻ ആ മാസ്ക് ധരിച്ചു. കണ്ണ് ചൂണ്ടി നിൽക്കുന്നവളെ നോക്കി, മിസ്റ്റർ നന്ദൻ, ആ മാസ്കിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് മതി, പുറത്തേക്ക് വരൂ. തുടർന്ന് തൻ്റെ അമ്മയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ദർശു പറഞ്ഞു,
ധീര, എൻ്റെ അമ്മയുടെ സ്ഥാനം നീ കൈക്കലാക്കാമെന്ന് കരുതിയോ? പക്ഷെ എന്ത് ചെയ്യാം, ഈ കളിയിൽ നീ തോറ്റു. ഇനി നിനക്ക് പുറത്തു വരാം. ദർശൻ്റെ വാക്കുകൾ ആ മുറിയിൽ ഒരു ഇടിമിന്നൽ പോലെയാണ് പതിച്ചത്. അതുവരെ മകൻ്റെ സ്നേഹത്തിനായി കരഞ്ഞ ധരണിയുടെ, അല്ലെങ്കിൽ ദർശ് വിളിച്ചതുപോലെ ധീരയുടെ മുഖഭാവം പാടെ മാറി. വേദനയിൽ വിറച്ചിരുന്ന അവരുടെ മുഖത്ത് പെട്ടെന്ന് ആ ഭാവം നിശ്ചലമായി. കണ്ണുകളിലെ കണ്ണുനീർ വറ്റി. പകരം അവിടെ ക്രൂരമായൊരു തിളക്കം തെളിഞ്ഞു. നന്ദൻ തൻ്റെ മുഖത്തെ മാസ്ക് സാവധാനം ഊരി മാറ്റി. അവൻ്റെ ചുണ്ടിലൊരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു. നീ ഇത്ര വേഗം കണ്ടുപിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല ദർശ്. നന്ദൻ കൈകൾ കെട്ടി അവനെ നോക്കി പറഞ്ഞു. എന്നിട്ട് പതിയെ ധീരയെ എഴുന്നേൽപ്പിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അവർ മറ്റൊന്നും ചിന്തിക്കാതെ നന്ദൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ആ മുഖത്തിപ്പോൾ ഒരു അമ്മയുടെ ദയയോ നിസ്സഹായതയോ ഇല്ലായിരുന്നു. പകരം നന്ദനോടുള്ള പ്രണയം, പിന്നെ അവരോടുള്ള പകയും. അവരുടെ ആറ്റിറ്റ്യൂഡ് ഒറ്റ നിമിഷം കൊണ്ടാണ് മാറിയത്. അവർ പകയുടെ ദർശനെ നോക്കി. എന്നിട്ട്, നീ കണ്ടുപിടിച്ചല്ലേ, നന്നായി. അതിനും ദർശ് ഒന്നും മിണ്ടാതെ വേദയെ ചേർന്ന് നിർത്തി. വേദയുടെ കണ്ണുകളിൽ അറപ്പായിരുന്നു, ഞെട്ടലല്ലായിരുന്നു. കാരണം ഈ സത്യങ്ങൾ അവൾ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പേ അറിഞ്ഞിരുന്നു. അമ്പലത്തിനുള്ളിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ധരണി വിളിച്ചതും ഒരു കാറിൽ കയറിയതും, ഒപ്പം കാറിലുണ്ടായിരുന്നവർ അവളെ മയക്കിയ ശേഷം കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ട വ്യക്തി ഇത്രയും ദിവസം അവൾ കണ്ട ധരണിയായിരുന്നില്ല, അത് ധീരയായിരുന്നു. അതിനാൽ തന്നെ വേദയ്ക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ നന്ദനെ ചെന്ന് നിൽക്കുമ്പോൾ മാത്രം ഒരുതരം ഞെട്ടലുണ്ടായിരുന്നു. ഇത്രയും കാലം താൻ അനുഭവിച്ചത് എല്ലാം സഹിച്ചിട്ടും ദേവൻ നൽകിയ പെൻഡ്രൈവ് എത്തിക്കാൻ താൻ അനുഭവിച്ച കാര്യങ്ങൾ അത് ഓർത്തതും വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ആ റൂമിൽ കയ്യടികളുടെ ശബ്ദം നിറഞ്ഞു. ദർശി സൗമ്യമായി തന്നെ നോക്കി ആ കയ്യടിയുടെ ഉടമയെ, ധീരയെ. അവർ അവനെ നോക്കിക്കൊണ്ട് ആ ഹാളിലുള്ളൊരു മറ്റു ചെയറിലിരുന്നു. അപ്പോഴെല്ലാം അവൻ അവരെ നോക്കി കാണുകയായിരുന്നു. ഇത്രയും കാലം തനിക്കൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ അമ്മ എന്ന് താൻ വിശ്വസിച്ചവരും, ഒപ്പം ഇത്രയും നേരം തനിക്ക് മുന്നിൽ നിന്ന ആളും ഇപ്പോൾ മുന്നിലിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം. അവർ സോഫയിലേക്കിരുന്നു, കാലിന് മുകളിൽ കാല് വെച്ചിട്ട്. കൊള്ളാം, ദേവൻ്റെ മകൻ തന്നെ, അവൻ്റെ അതേ വീര്യം. ഇതാണ് നിൻ്റെ അച്ഛനെ എനിക്കിഷ്ടമാകാനുള്ള കാരണം. അവൻ ആണാണ്, നിന്നെ പോലെ. അവരുടെ ലാസ്യമായ വാക്കുകൾ കേട്ട് അവൻ്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. പക്ഷെ വേദ അറപ്പോടെ നോക്കിക്കൊണ്ടിരുന്നു അവരെ. ധീര തുടർന്നു, പക്ഷെ നിനക്കെൻ്റെ കയ്യിൽ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ദർശ്? കഴിയും. അവൻ്റെ ഉറപ്പുള്ള മറുപടി കേട്ട് ധരണി ദേഷ്യത്തിൽ അവനോട്, കഴിയില്ല ദർശ്, നിനക്കെൻ്റെ അടുത്ത് നിന്ന് പോകാൻ കഴിയില്ല. കാരണം നിന്നെ തകർക്കാനുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട്. കാണണോ നിനക്ക്? നന്ദ. അത്രയും പറഞ്ഞിട്ട് അവർ നന്ദനെ വിളിച്ചു. ദർശ് സംശയത്തിൽ നോക്കി നിൽക്കിയ റൂമിൽ അവരുടെ ആളുകൾ ലാപ്ടോപ്പ് തുറന്നു വെച്ചു. ആ വീഡിയോ കണ്ടതും ദർശ് ഞെട്ടിപ്പോയി. ഒരു പാവക്കുഞ്ഞിനെ പോലെ ഒരു മുഖം ഉള്ള ഒരു പെൺകുട്ടി. ദർശ് ഞെട്ടിപ്പോയി. അവൻ ഞെട്ടലോട്ടെ, ദേവുട്ടി. അവൻ്റെ വാക്കുകളിൽ വേദയും ഞെട്ടിപ്പോയി. അവൻ്റെ മരണപ്പെട്ട സഹോദരി. വേദയും ഞെട്ടലോടെ ലാപ്ടോപ്പിലേക്ക് നോക്കി. ഒരു കുഞ്ഞു കുട്ടി. അപ്പം ദേവുട്ടി ജീവനോടെയുണ്ട്. പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞത് സത്യമായിരുന്നു കേട്ടോ. ധീരയായിരുന്നു വില്ലത്തി. ധരണിയുടെ സ്ഥാനത്ത് ധീരയായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ നന്ദനും വില്ലനാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞാൽ നമ്മൾ കഥ എഴുതുമ്പോൾ നമുക്കൊപ്പം വരുന്ന, നമ്മൾ വായിച്ച് അതിനൊപ്പം അഭിപ്രായം പറയുന്നവരൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സ് ശരിക്കും കുറയുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സും വായിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വായിച്ച് കേട്ടിട്ട് അതിലെ നെഗറ്റീവും പോസിറ്റീവും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്നാലേ നമുക്കിതിലൊരു മോശം എന്തെങ്കിലും സൈഡ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരി, നാളെ കാണാം.